ഹമീദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മുല്ലക്കൽ, ആലപ്പുഴ. ഭയാനകം എന്ന് ചിന്തിച്ച ഒരു ജനത ഇതിനേക്കാൾ പ്രാധാന്യം നൽകുക എന്നതാണ്. ഇതും ഭാരതത്തിൽ ഇന്ത്യയുടെ ആശയം, ആ സ്വപ്നത്തിനായുള്ള സമർപ്പണത്തിൽ രോമാഞ്ചമുണ്ടാക്കുന്ന ഓർമ്മകളാണ്. വിവിധ പോലീസ് സ്റ്റേഷൻ ജോലിക്കുന്ന വനിതാ പോലീസ് ഇറങ്ങിയ വനിതാ പോലീസ് പ്ലട്ടൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി ജോലി ചെയ്യുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരടങ്ങിയ എക്സൈസ് പ്ലട്ടൂണാണ് ഇപ്പോൾ ബഹുമാനായ മുഖ്യാതിഥിയെ അഭിവാദ്യ ഡയസിന് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ഉജ്ജ്വലമായ സമരവീഥികളിൽ നിന്നാണ് രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക് ഉയർന്നു പൊന്തി വന്നത്. 1947 ആഗസ്റ്റ് മാസം 14 അർദ്ധരാത്രിക്ക് ഇന്ത്യ ഉറങ്ങാതെ ഉണർന്നിരിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സഭയിൽ അവിടെ വെച്ചാണ് ഹൻസ് മേത്ത എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ വനിതാ അംഗം ഇന്ത്യയിലെ അമ്മമാർക്കായി, ഇന്ത്യയിലെ സ്ത്രീകൾക്കായി ഈ ദേശീയ പതാകയെ തയ്യാറാക്കി ബാബു രാജേന്ദ്ര പ്രസാദിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചത്. ആ പതാക ഈ 75ാമത്തെ റിപ്പബ്ലിക്കിൻ്റെ വാർഷിക ദിനത്തിൽ, 76ാം റിപ്പബ്ലിക് ദിനത്തിൽ ഇവിടെ നിന്ന് ഉയർത്തുമ്പോൾ ഞാനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർന്നു കയറുന്നുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെപ്പോലെ ഒരാളിന് ഇങ്ങനെ ഈ മുഹൂർത്തത്തിൽ പങ്കാളിയാവാൻ അവസരം ലഭിച്ചത് ഈ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ്. ഓരോ ഭാരതീയരിലും ആത്മാഭിമാനത്തെ ഉണർത്തിപ്പിടിക്കുന്നത്, ഉയർത്തുന്നത് നമ്മുടെ എല്ലാം ഏറ്റവും പ്രമുഖം എന്ന് നാം കരുതുന്ന നമ്മുടെ ഭരണഘടന തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് ഓരോ ഭാരതീയരിലും ആത്മാഭിമാനത്തെ ഉയർത്തുന്നതും ഉണർത്തുന്നതും.